Next question, text page number 194 fourth question. Question ആണ്, a square pyramid is to be made with the triangle shown here as lateral face. What would be its height? What if the base edge is 40 cm instead of 30 cm? Question നോക്കാം. A square pyramid is to be made with the triangle shown here as lateral face. നമുക്കറിയാം സ്ക്വയർ പിരമിഡ് മേക്ക് ചെയ്യുമ്പോഴും അതിന് 4 lateral faces ഉണ്ട്. ആ lateral facesലെല്ലാം ഈക്വൽ ട്രയാങ്കിൾസ് ആണുള്ളത്. അതിലൊരു ട്രയാങ്കിൾ ആണ് നമുക്ക് തന്നത്. ഇനി ഇതിന്റെ വാട്ട് വുഡ് ബി ഇറ്റ്സ് ഹൈറ്റ്? നമ്മുടെ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ആരുടെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്? സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എച്ച് ആണ്. സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ് ആണ് നമ്മളെടുത്ത് ചോദിച്ചത്. എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്? ഇതാ, ഈ ബേസിലുള്ള ട്രയാങ്കിളിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ഈ ബേസ് തരുന്ന ഈ ലെങ്ത് എന്താണ്? ഏത് ലെറ്ററോടെ ഡിനോട്ട് ചെയ്തത്? എ. എ ഈസ് ഈക്വൽ ടു 30 സെന്റിമീറ്റർ. ഇനി എന്ത് തന്നിട്ടുണ്ട്? ലാറ്ററൽ ഫേസ് ആണ് തന്നത്. അതിന് ഇവിടെ ഉണ്ടാവുന്ന ഈ എഡ്ജ്, ലാറ്ററൽ എഡ്ജ് തന്നിട്ടുണ്ട്. ലാറ്ററൽ എഡ്ജിനെ ഏത് ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും? ഈ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഈസ് ഈക്വൽ ടു 25 സെന്റിമീറ്റർ ആണല്ലോ. ലാറ്ററൽ എഡ്ജ് 25 സെന്റിമീറ്റർ കിട്ടി. ഇനി നമുക്ക് എച്ച് കണ്ടുപിടിക്കണം. എച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ച നേരെ നമ്മുടെ ട്രയാങ്കിൾ വരച്ചോളാം. ഈ ട്രയാങ്കിളിനെ മറക്കരുത്. എച്ച് a/2, അതേപോലെ a/2 LE അല്ലേ? എച്ച് a/2 L. ദെൻ ഇവിടെ വീണ്ടും ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടായിരിക്കും, എന്റെ a/2 E. ദെൻ ഇവിടെ നമുക്കൊരു ഒരു ട്രയാങ്കിൾ കൂടി മാറ്റി വരക്കാം. തന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ a/2 നമുക്കറിയാം 30. അതിന് ഹാഫ് എന്ന് പറഞ്ഞാല് 15. ഇവിടെ 15 സെന്റിമീറ്റർ വരും, ഇവിടെയും 15 സെന്റിമീറ്റർ വരും ആണല്ലോ. യെസ്. ദെൻ ഇനി നമുക്ക് എച്ച് അറിയില്ല. ദെൻ എൽ തന്നിട്ടുണ്ടോ? ഇല്ല. ദെൻ ആര് തന്നിട്ടുണ്ട്? ഇ തന്നിട്ടുണ്ട്. ഇ എത്രയാണ്? 25 ആണ്. എൽ തന്നിട്ടില്ല, എച്ചും അറിയില്ല. നമുക്ക് എച്ച് ആണ് കാണേണ്ടത്. അതിന് ആദ്യം എന്ത് കാണണം? എൽ കാണണം. അപ്പൊ എൽ സ്ക്വയർ കാണാം. എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എന്താണ്? ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണ്. അപ്പൊ എന്ത് പറയാം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. 25 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ. 25ന്റെ സ്ക്വയർ 625 വരും, മൈനസ് 15ന്റെ സ്ക്വയർ 225 വരും. സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 400 കിട്ടും. എൽ സ്ക്വയർ 400 ആയി. എൽ ഈസ് ഈക്വൽ ടു റൂട്ട് 400 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 20 കിട്ടുമല്ലോ. ദെൻ എല്ലിന്റെ മെഷർ നമുക്കിപ്പോൾ 20 കിട്ടി. ദെൻ എച്ച് കണ്ടുപിടിക്കാലോ. അതേപോലെ എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇതാണ് കാണേണ്ടത്. ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ തന്നെയാണ് വേണ്ടത്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് ഇവിടെ 20 സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ 15 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 400 മൈനസ് 225 വരും. സബ്ട്രാക്ട് ചെയ്താൽ എത്ര വരും? 175 വരും അല്ലെ? 175 വരും. എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു 175 വരും. എച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 175 സെന്റിമീറ്റർ അല്ലേ? റൂട്ട് 175 സെന്റിമീറ്റർ വരും. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് എന്താണ് ഫസ്റ്റ് നമ്മൾ ചോദിച്ചത്? ഹൈറ്റ് അല്ലേ ചോദിച്ചത്. ദർഫോർ ഹൈറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 175 സെന്റിമീറ്റർ. ഓക്കെ, ഇവിടെയുള്ള റൂട്ട് 175 ഒന്നുകൂടി റെഡ്യൂസ് ചെയ്തിട്ട് എഴുതാം. റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാന്ന് പറയാം. ഇപ്പൊ നമുക്ക് കിട്ടിയത് എച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 175 സെന്റിമീറ്റർ. ഇതിനൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. അതായത് 175നെ ഈ രീതിയിൽ ഫാക്ടറൈസ് ചെയ്യാം. എന്താണ് ഇത്? 5ന്റെ ഫാക്ടറാണ്. 5 ഇതിന്റെ ഫാക്ടറാണെന്ന് അറിയാലോ. അപ്പൊ 5 കൊണ്ട് ചെയ്യാം. 5 കൊണ്ട് ചെയ്യുമ്പോൾ 17 5 എത്ര ടൈംസ് പോകും? 3 5s are 15. അപ്പൊ ഇവിടെ 2 ഉണ്ടായിരിക്കും. 25ല് 5 5s are 25. വീണ്ടും 5ല് 7 5s are 35. നമുക്കിങ്ങനെ ചെയ്താൽ റൂട്ട് ഓഫ് 5 into 5 into 7 കിട്ടും. 5 into 5 into 7.
രണ്ട് 5 റൂട്ടിന്റെ അകത്ത് വന്നാൽ അതെന്താവും ഒരു 5 ആയിട്ട് റൂട്ടിന്റെ ഔട്ട് സൈഡ് വരും. രണ്ട് 5 റൂട്ടിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു 5 ആയിട്ട് റൂട്ടിന്റെ ഔട്ട് സൈഡ് വരും. ഒരു 5 റൂട്ട് 7 സെന്റിമീറ്റർ. ഇങ്ങനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഇത് ഡിഫിക്കൽട്ട് ഇല്ലെങ്കിൽ ഇതേപോലെ എഴുതാം. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ, നമ്മുടെ തന്നിരിക്കുന്ന ട്രയാങ്കിൾ അതുപോലെ തന്നെ വാട്ട് ഇഫ് ദ ബേസ് എഡ്ജ് ഈസ് 40 സെന്റിമീറ്റർ ഇൻസ്റ്റെഡ് ഓഫ് 30 സെന്റിമീറ്റർ. ഇവിടെയുള്ള ബേസ് എഡ്ജിന് പകരം 30ക്ക് പകരം 40 കൊടുത്താൽ ഇതിന്റെ ഹൈറ്റ് എങ്ങനെയായിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? അതായത് ഇപ്പൊ തന്നിരിക്കുന്ന നമുക്ക് നേരത്തെ തന്ന ഫിഗറിലെ ക്വസ്റ്റ്യനിൽ ഇവിടെ ബേസ് എഡ്ജ് 30 സെന്റിമീറ്റർ ആണ്. 30 സെന്റിമീറ്ററിന് പകരം 40 സെന്റിമീറ്റർ കൊടുത്താൽ ഹൈറ്റ് എങ്ങനെയായിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നേരത്തെ സെയിം പ്രൊസീജിയർ തന്നെ എഴുതാം. ഇവിടെ ഇപ്പം ബേസ് എഡ്ജ് എത്രയാ? A 40 ആണ്. A is equal to 40. ലാറ്ററൽ എഡ്ജ് തന്നിട്ടുണ്ട്. E is equal to 25. കണ്ടുപിടിക്കേണ്ടത് എന്താ? H തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. നേരെ നമ്മുടെ ഫിഗറിലേക്ക് പോവാം. H A/2 L. വീണ്ടും ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിള് A/2 E. ഇനി തന്നിരിക്കുന്ന കാര്യങ്ങൾ വേഗം നോട്ട് ചെയ്യാം. H അറിയില്ല. A/2 ഇവിടെ 20 വരും. ദെൻ ഇവിടെയും A/2 20 വരും. റൈറ്റ് ട്രയാങ്കിൾ വരും. ദെൻ എന്ത് വരും? ജോയിൻ ചെയ്താൽ E വരും, L വരും. ഇത്രയും കാര്യങ്ങളല്ലേ ഉള്ളത്. ഇതിൽ E തന്നിട്ടുണ്ട്. E എത്രയാണ്? 25 ആണ്. ഇത്രയും കാര്യങ്ങൾ അറിയാം. L ഇത് വെച്ചിട്ട് ചെയ്യാലോ. പെർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ 20 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 625 മൈനസ് 400 വിച്ച് ഈസ് ഈക്വൽ ടു 225 വരും. L സ്ക്വയർ ഈസ് ഈക്വൽ ടു 225. L ഈസ് ഈക്വൽ ടു അപ്പൊ എന്ത് വരും? റൂട്ട് 225 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? 15 സെന്റിമീറ്റർ വരും. 15 സെന്റിമീറ്റർ വരും. കിട്ടുമല്ലോ? യെസ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ? L ഈസ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ വരെ കിട്ടിയല്ലോ. യെസ്. ഇനി നമുക്ക് H കണ്ടുപിടിക്കണം അല്ലെ. L എത്ര കിട്ടി? 15 കിട്ടി. ഇനി നമുക്ക് H കണ്ടുപിടിക്കാം. H സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 15 സ്ക്വയർ. നമ്മുടെ ഇതാണ് നമ്മുടെ റൈറ്റ് ട്രയാങ്കിള്. ഇതിന്റെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എത്ര വന്നു? 20 സ്ക്വയർ വന്നു. അപ്പോഴോ 15 സ്ക്വയർ 225 മൈനസ് 200 സ്ക്വയർ 20 സ്ക്വയർ 400 വരും അല്ലെ. 15 സ്ക്വയർ മൈനസ് 20 വരും. പിന്നെ നമുക്ക് എത്ര വരും? 400 വരും. സബ്ട്രാക്ട് ചെയ്താൽ എത്ര വരും? സബ്ട്രാക്ട് ചെയ്താൽ 170. എപ്പോഴും ഇതാ 225 മൈനസ് 400 വരുന്നത്. അപ്പോഴെത്ര വരും? ഇതിന് വലിയ നമ്പറിന് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 175 കിട്ടും. ദെൻ ഇത് വലിയ നമ്പറിന്റെ സൈൻ എത്രയാ? നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് 170. H സ്ക്വയർ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 175. പോസിബിൾ ആണോ? ഏതെങ്കിലും നമ്പറിന്റെ സ്ക്വയർ നെഗറ്റീവ് വരുമോ? ഏതെങ്കിലും നമ്പറിന് അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത നെഗറ്റീവ് ആവോ എപ്പോഴെങ്കിലും? ഇല്ല. അപ്പോൾ ഈ ഒരു വാല്യൂ പോസിബിൾ ആണോ? അല്ല. അപ്പൊ നെക്സ്റ്റ് ലൈനിൽ എഴുതാം. H സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 175. നെക്സ്റ്റ് ലൈനിൽ മെഡിക്കൽ എഴുതാം. H ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് 175. H ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് 175. പോസിബിൾ അല്ല. നെക്സ്റ്റ് ലൈനിൽ എഴുതാം. As a negative number has no square root. As a negative number has no square root. It is not possible to find the value of H. It is not possible to find the value of H. Okay. So a pyramid with these measures cannot be formed. So a pyramid with these measures cannot be formed. ഈ ഒരു മെഷറിൽ നമുക്ക് പിരമിഡ് മേക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഹൈറ്റ് പോസിബിൾ അല്ല. ഓക്കെ.